അങ്ങനെ 2025 ആരംഭിച്ചിരിക്കുന്നു. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നമുക്ക് മൊത്തത്തിൽ മാറ്റിയെടുക്കാം. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. 2025 ജനുവരി 1 മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ നിങ്ങളും പുതിയതായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചില ശീലങ്ങൾ അവസാനിപ്പിക്കാനും ചില ശീലങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ. ഇന്നിപ്പോൾ ജനുവരി 10 ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ പ്രോഗ്രസ്? ചിലർ സ്ട്രിക്റ്റ് ആയിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ ചിലർ ഓൾറെഡി 1-2 ദിവസം സ്കിപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ദിവസം തൊട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? വേറെ ചിലർ ഓൾറെഡി മടുത്തിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും ഈ ന്യൂ ഇയർ റെസൊല്യൂഷനുകളൊക്കെ 1-2 മാസം കഴിഞ്ഞാൽ എല്ലാവരും വിട്ട് കളയാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വർഷം 2025 നമ്മളങ്ങനെ വേസ്റ്റ് ചെയ്യില്ല. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നമുക്ക് മൊത്തത്തിൽ മാറ്റിയെടുക്കാം. സോ ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ലൈഫ് മൊത്തത്തിൽ മാറ്റണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും എവിടെയും എത്തില്ല. സോ നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഇതിലെ ആദ്യത്തെ കാര്യം, നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കുക. എന്ത് സ്കില്ലാണ് പഠിക്കേണ്ടത്? നിങ്ങൾക്കെല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു ജോലിയോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ ഇതേ ജോലി വേറൊരു കമ്പനിയിൽ കുറച്ചുകൂടെ സാലറിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കമ്പനിയിൽ ഇതേ ജോലി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ സാലറി കിട്ടുന്നത്? അവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ സ്കില്ലുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയറിലുള്ള പരിജ്ഞാനമായിരിക്കാം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാനുള്ള സ്കില്ലായിരിക്കാം. അങ്ങനെ എന്ത് സ്കില്ല് കൊണ്ടാണ് ഇതേ ജോലി ചെയ്യുന്ന മറ്റൊരു കമ്പനിയിൽ കൂടുതൽ സാലറി കിട്ടുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ആ ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കണം. ഇതാണ് നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ചിലപ്പോൾ നിങ്ങളൊരു സർവീസ് മേഖലയിലുള്ള ആളായിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ഒരു സ്കില്ല് ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഫോക്കസ് ആയിരിക്കാം. ഫോക്കസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വർക്കുകൾ ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സർവീസ് തരുന്ന ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് വരുമായിരിക്കും. സോ ഫോക്കസ് കിട്ടാൻ നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടത് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഫോക്കസ് കിട്ടാനുള്ളത്. അങ്ങനെ നിങ്ങളുടെ കരിയറിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്കില്ല് നിങ്ങൾ കണ്ടെത്തുക. ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു പുതിയ വരുമാന മാർഗം കണ്ടെത്തുക. നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കും. ഇതിന് പുറമെ ഒരു ഇൻകം സോഴ്സും കൂടെ നിങ്ങൾ ഈ വർഷം തുടങ്ങണം. സോ എങ്ങനെയാണ് ഈ പുതിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക? ഇതിന് ഒന്നുകിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലി, ഒരു ഓഫീസിൽ ചെയ്യുന്ന ഒരു ജോലി ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വേറൊരു മേഖലയിലുള്ള എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർ ഓഫീസ് ജോലിയിലായിരിക്കും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാവുക, പക്ഷേ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് വേറെ പല കഴിവുകളും ഉണ്ട്. ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ ക്യാഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. ആ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു അഡീഷണൽ വരുമാനം ഉണ്ടാക്കുക. സോ ഒരു പുതിയ വരുമാന മാർഗം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എത്ര രൂപയുടെ വരുമാനം വേണം? ഈ ഒരു അഡീഷണൽ ഇൻകം വെച്ചിട്ട് നിങ്ങളുടെ ഒരു മാസത്തെ വീടിൻ്റെ റെൻറ്റോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ EMI ഒന്നും കവർ ആവണ്ട. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ബിൽ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പെട്രോളിന് ചിലവാകുന്ന കാശ്, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മേടിച്ച ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു ഇലക്ട്രോണിക് സാധനത്തിൻ്റെ EMI, അതൊരു 2000-2500 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഈ ഒരു വരുമാനം വെച്ച് കവർ ആവുന്നുണ്ടോ? അത് മതി. സോ ഇങ്ങനെ ഒരു അഡീഷണൽ ഇൻകം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടെ നിങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു പർച്ചേസ്, അതൊരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം തീരുമാനിക്കുക. ഈ ഒരു കാര്യത്തിന് ഞാൻ പണം ചിലവാക്കിയാൽ എനിക്കൊരു സന്തോഷം കിട്ടും. അത് ഇപ്പോഴല്ല നമ്മൾ വാങ്ങുക, നമ്മളത് ഡിസംബർ 31 വാങ്ങുള്ളൂ. ഈ പ്രോഡക്റ്റ് വാങ്ങും എന്ന് തീരുമാനിക്കുമ്പോൾ ഇതിനായിട്ട് നമുക്ക് പണം വേണം. സോ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പർച്ചേസിനുള്ള പണം എല്ലാ മാസവും നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കണം. നിങ്ങളുടെ വരുമാനവും ചിലവും നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. ഇനി അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തായാലും എല്ലാ മാസവും ചിലവ് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വീടിൻ്റെ വാടകയോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ, പെട്രോളിൻ്റെ ചിലവ്, ഫുഡിനുള്ള ചിലവ്, പിന്നെ ഇൻ്റർനെറ്റ്, കറണ്ട്, വെള്ളം, അങ്ങനെ മസ്റ്റായിട്ട് നമുക്ക് വരുന്ന എല്ലാ ചിലവുകളും ലിസ്റ്റ് ചെയ്യുക. ഇതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ബാക്കി എത്ര തുകയുണ്ടെന്ന് നോക്കുക. ഇതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വിനോദത്തിനും മറ്റ് സന്തോഷങ്ങൾക്കും ചിലവാക്കുന്ന തുക. ആ ഒരു എമൗണ്ടിൽ നിന്നായിരിക്കും.
ഈ ഒരു എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം നോക്കണം. നിങ്ങൾക്ക് ഒരു 36,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ 3,000 രൂപ വെച്ച് മാറ്റി വയ്ക്കണം. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു വരുമാനം വെച്ച് നിങ്ങൾക്ക് 3,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഒരു 1,000 രൂപയെ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അത് മതി. ഈ ഒരു 1,000 രൂപ വേറൊരു കാര്യത്തിന് എടുക്കരുത്. ഇതിൻ്റെ ഉദ്ദേശം ആ ഒരു പർച്ചേസ് മാത്രമാണ്. സോ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതെങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യും? പലപ്പോഴും പറ്റുന്നത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യില്ല. സോ ആഗ്രഹമായിട്ട് തന്നെ നിൽക്കും. സോ അടുത്ത സ്റ്റെപ്പ് ഈ 3 കാര്യത്തിനുമുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു? ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കുക. ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ നമുക്ക് ഒരു വർഷം സമയമില്ല. നമ്മൾ ഇതിന് കൊടുക്കേണ്ട സമയം 3 മാസമാണ്. സോ ഈ 3 മാസം കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കണം. സോ ഇതിനു വേണ്ടി നിങ്ങൾ ചിലപ്പോൾ പണം ചിലവാക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പുതിയ കോഴ്സ് എടുത്ത് പഠിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ ആ ഒരു ടൈം ഏത് സമയത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും മതിയെങ്കിൽ എല്ലാ ആഴ്ചയും ഈ ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഈ സ്കിൽ സെറ്റിനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസമാണെങ്കിൽ എല്ലാ ദിവസവും ഇത്ര മണി മുതൽ ഇത്ര സമയം വരെ ഈ ഒരു സ്കിൽ സെറ്റ് പഠിക്കാൻ നിങ്ങൾ മാറ്റി വയ്ക്കുന്നു. ഇതിനായിട്ട് വരുന്ന ചിലവ് ഈ ഒരു എമൗണ്ട് ഞാൻ എല്ലാ മാസവും ഈ ഒരു സ്കിൽ സെറ്റ് പഠിക്കാൻ മാറ്റി വയ്ക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. നമ്മൾ നേരത്തെ സേവിങ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരു ആക്ഷൻ പ്ലാനിൽ നിങ്ങൾ മാറ്റി വയ്ക്കുന്ന നിങ്ങളുടെ സമയവും പണവും വേറൊരു കാര്യത്തിലേക്ക് ചിലവാക്കാൻ പാടില്ല. ഇനി അടുത്ത് നമ്മളുടെ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനുള്ള കാര്യം. നമുക്ക് ആദ്യത്തെ മാസം തന്നെ നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് വരണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ ഓർഡറുകൾ എടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതോ വർക്ക് എടുക്കുന്നതിൻ്റെയോ ഒക്കെ സമയങ്ങളായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരുമാനം വരണമെന്നില്ല. പക്ഷേ അതിൻ്റെ അടുത്ത മാസം തൊട്ട് വരണം. സോ എത്ര വരുമാനം വേണം? സോ ആ ഒരു വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര സമയം ഇതിനുവേണ്ടി ചിലവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെ ഉള്ള സമയം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഒരു ആക്ഷൻ പ്ലാനിൽ വേണ്ടത്. ഇനി 3ാമത്തെ ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ഈ വർഷം നിങ്ങൾ നടത്തും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. ഇതിനുള്ള ആക്ഷൻ പ്ലാൻ എന്താണ്? എല്ലാ മാസവും നമ്മളൊരു എമൗണ്ട് അതിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ 36,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ 3,000 രൂപ മാറ്റി വയ്ക്കണം. നമുക്കറിയാം 3,000 നമ്മുടെ കയ്യിലില്ല. 1,000 മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഈ 1,000ൻ്റെ മാറ്റി വയ്ക്കൽ എല്ലാ മാസവും നടക്കണം. അതെങ്ങനെ ചെയ്യും? നമ്മളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നടക്കില്ല. ഇതിനെ ഓട്ടോമാറ്റിക് ആക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യും. ഓട്ടോമാറ്റിക് ആക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ബാങ്കിൽ ഒരു RD തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു 1,000 രൂപയുടെ RD സ്റ്റാർട്ട് ചെയ്യുക. സാലറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും RDയുടെ ഡേറ്റ്. അപ്പോൾ ആ ദിവസം കൃത്യമായിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് ഈ 1,000 രൂപ RDയിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കോളും. ഒരു വർഷം കഴിഞ്ഞ് മെച്ചൂർ ആവുന്ന രീതിയിൽ ഈ ഒരു RD പ്ലാൻ ചെയ്യുക. സോ എല്ലാ മാസവും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. ഇനി ഈ വർഷം നിങ്ങളുടെ കയ്യിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടും നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അതായത് ചിലപ്പോൾ പണ്ട് കടം കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു തരാം, ഇല്ലെങ്കിൽ ബോണസ് കിട്ടാം. ഇതിൽ നിന്നൊക്കെ ഒരു എമൗണ്ട് നിങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റിന് എടുക്കുക. ബാക്കി ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കുക. ആ ഒരു എമൗണ്ട് നിങ്ങൾ പിന്നെ തുടരുത്. സോ ഇതാണ് ഈ 3ാമത്തെ ടാസ്കിന് വേണ്ട ആക്ഷൻ പ്ലാൻ. സോ അങ്ങനെ നമ്മുടെ ആക്ഷൻ പ്ലാൻ സെറ്റായി, നമ്മളിത് തുടങ്ങി. ഇനി ഇതിനെ അങ്ങ് വിട്ട് കളയരുത്. ഇനി 31-ാം തീയതി നോക്കാം എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പാതി വഴിയിൽ നിന്ന് പോകും. സോ ഇനിയുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകൾ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രോഗ്രസ് എല്ലാ മാസവും നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആകെ 3 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഈ 3 കാര്യവും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളത് എല്ലാ മാസവും ആദ്യത്തെ ഒരു സൺഡേ അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ഒരു ഹോളിഡേ ഏതാണോ ആ ഒരു ഹോളിഡേയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല, ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം ആ ഒരു എന്താണോ മിസ്സിങ് വന്നത് അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ അടുത്ത മാസത്തെ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എല്ലാ മാസത്തെ ആദ്യത്തെ ഒരു സൺഡേ ഇരുന്നിട്ട് ഇതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 3 മാസം കഴിയുമ്പോൾ ഇതൊന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ആദ്യത്തെ 3 മാസം നിങ്ങളിപ്പോൾ തുടങ്ങിയ എമൗണ്ടും തുടങ്ങിയ സമയമൊക്കെ വെച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ 3 മാസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്കിൽ സെറ്റ്, നമ്മൾ പറഞ്ഞു 3 മാസം കൊണ്ടാണ് ഈ ഒരു സ്കില്ല് പഠിക്കേണ്ടത്. ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട, ഇനി നമ്മൾ അടുത്തൊരു സ്കിൽ സെറ്റ് എടുക്കണം. പക്ഷേ ആദ്യത്തെ 3 മാസം കൊണ്ട് കിട്ടിയ കാര്യം പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. കാരണം പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ആ സ്കിൽ സെറ്റ് മിസ്സാവും. അപ്പോൾ ആദ്യത്തെ 3 മാസം ഭയങ്കര എഫർട്ട് ഇട്ടിട്ട് ചെയ്തത് അടുത്ത 3 മാസം അതേ എഫർട്ട് ഇട്ട് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ പ്രാക്ടീസ് മിസ്സാവരുത്. പക്ഷേ പുതിയ ഒരു സ്കിൽ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ അങ്ങനെ ഓരോ 3 മാസം കൊണ്ട് നിങ്ങളുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പുതിയ സ്കില്ലുകൾ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തുള്ളത് നമ്മളുടെ അഡീഷണൽ ഇൻകമിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ആദ്യത്തെ 3 മാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശ് കിട്ടിയാൽ മതി. അതിൽ കൂടുതൽ വരുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട.
പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് റിവ്യൂ ചെയ്യണം. ഇതൊന്ന് സ്കെയിൽ ചെയ്യാൻ, ഇതിൽ നിന്ന് വരുമാനം കൂട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഇൻകം കൂടെ ഇത് വെച്ച് കവർ ചെയ്യാം. കറണ്ട് ബില്ലാണ് ഇപ്പോൾ അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഫോൺ ബില്ലും കൂടി ഇതിൽ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ഇതിൽ കവർ ആവുമല്ലോ. ഇത് കഴിഞ്ഞ് അടുത്ത 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതിനെ ഒന്നുകൂടെ സ്കെയിലപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ 3 മാസവും നിങ്ങളുടെ ഈ ഒരു അഡീഷണൽ ഇൻകം വെച്ചിട്ട് നിങ്ങളുടെ ഓരോ ഫിക്സഡ് എക്സ്പെൻസുകൾ കവർ ചെയ്യാനായിട്ട് സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത് വരുന്നത് സേവിങ്സ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങാനായിട്ട് നമ്മൾ ചെയ്യുന്ന സേവിങ്സ്. ആദ്യത്തെ 3 മാസം നമുക്കറിയാം നമുക്ക് 1000 രൂപയെ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര രൂപ ശരിക്കും മാറ്റി വയ്ക്കാൻ പറ്റും. 1000 രൂപ എല്ലാ മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം കുറച്ചുകൂടെ തുക വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ കുറച്ചുകൂടെ തുക, ഒരു 500 രൂപ എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഒരു 1000 രൂപ എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ ഒരു എമൗണ്ടും കൂടെ എല്ലാ മാസവും മാറ്റി വയ്ക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മളൊരു ഇമോഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സേവിങ്സിൽ എപ്പോഴും പറ്റിപ്പോകുന്നത് പർപ്പസ് ഇല്ലാതെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് സേവിങ്സ് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും, നമ്മൾ ആ പണം എടുത്ത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ സേവിങ്സ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്, ഇവിടെ ഒരു ഇമോഷൻ ഉണ്ട്. സോ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഉറപ്പാണ്. സോ അതിനുവേണ്ടി നിങ്ങളുടെ ബ്രെയിൻ ആ രീതിയിൽ വർക്ക് ചെയ്യും. അതിനായിട്ട് വേറെ ചില ചിലവുകൾ ഒഴിവാക്കിയിട്ട് ഇതിനായിട്ട് കൂടുതൽ തുക മാറ്റി വയ്ക്കാൻ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്കുള്ള വഴികൾ കാണിച്ചു തരും. ഇനി കിട്ടാനുള്ള പണമൊക്കെ ചോദിച്ചു വാങ്ങും, സാലറി ഹൈക്ക് കിട്ടാണ്ടെങ്കിൽ അതും ചോദിച്ചു വാങ്ങും. അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു എമൗണ്ടിലേക്ക് എന്തായാലും നിങ്ങൾ എത്തിച്ചേരും. സോ ഈ 3 കാര്യങ്ങളാണ് ഈ വർഷം നിങ്ങൾ ആകെ ചെയ്യേണ്ടത്. ഇത് 3 ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, അതാണ് അടുത്ത വർഷം നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ നല്ലൊരു സ്കിൽ സെറ്റുള്ള ഒരു പ്രൊഫഷണലായി, അതായത് നിങ്ങളിപ്പോൾ നിലവിൽ ഉള്ള ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ കൂടുതൽ സ്കില്ലുകളുണ്ട്. ഈ സ്കില്ല് വെച്ച് പുതിയൊരു കമ്പനിയിൽ ഒന്നുകിൽ ഇതേ ഡെസിഗ്നേഷൻ വെച്ച് ജോലിക്ക് കയറാം, ഇല്ലെങ്കിൽ പ്രൊമോഷനോട് കൂടി ജോലിക്ക് കയറാം. അങ്ങനെ കരിയറിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങളുടെ വരുമാനം കൂടും. അങ്ങനെ മൊത്തത്തിൽ ലൈഫിൽ ഒരു കരിയർ വൈസ് നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും. ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു സൈഡ് ഇൻകം ഉണ്ട്. സോ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ജോലിയോട് ഭയങ്കരമായ ഒരു ഡിപ്പെൻഡൻസി വരും, നമുക്ക് ഭയങ്കര പേടി വരും. ആ ഒരു വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റൊരു വരുമാന മാർഗ്ഗം നിങ്ങൾക്കറിയാം. സോ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. ജോലി നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിലും എനിക്ക് വരുമാനം കിട്ടാൻ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് ജോലിയിലേക്കുള്ള നിങ്ങളുടെ വല്ലാത്തൊരു ഡിപ്പെൻഡൻ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരും. കുറേ പേടിയൊക്കെ മാറും, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്ത കാര്യം എന്താ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു പർച്ചേസ് നിങ്ങൾ ചെയ്തു, അതിനുള്ള പണം നിങ്ങൾ സേവ് ചെയ്തുണ്ടാക്കി, കടം വാങ്ങേണ്ടി വന്നില്ല. സോ ഇത് നിങ്ങൾക്ക് പുതിയൊരു പ്രാക്ടീസാണ്. കടം വാങ്ങാതെ നമുക്ക് വേണ്ട സന്തോഷങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. സോ ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിങ്ങനെ സേവിങ്സിലൂടെ തന്നെ നേടിയെടുക്കുക. കടം വാങ്ങാതെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങൾ ഈ വർഷം ചെയ്യുക. നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ലൈഫ് മൊത്തത്തിൽ മാറ്റിയെടുക്കാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവർക്കും ലൈഫിലൊരു മാറ്റം വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് ഉണ്ടാവുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.